എൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ടു രാമേശ്വരം. ഇപ്രാവശ്യം പോകുമ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ഇട്ടാണ് പോകുന്നത്. ഇതാണ് ആൾ, വേറെ ആരുമല്ല, അനു. ഞാനും അനുവും കൂടിയിട്ട് ഇപ്രാവശ്യം പോണത്. നേരെ രാമേശ്വരം പോയിട്ട് അവിടെ നിന്ന് നേരെ ധനുഷ്കോടി, പിന്നെ മധുര മീനാക്ഷി അമ്മൻ മധുരയിലോട്ടും കൂടി പോകാമെന്നൊക്കെ കരുതി. പിന്നെ പഴനി പോകണമെന്ന് വിചാരിച്ചു, എങ്ങനെയെന്ന് അറിയില്ല, നമ്മൾ ടൈം നോക്കിയിട്ട് പോകാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ഒരു ദിവസത്തെ യാത്രയായിരുന്നു. രാത്രി കയറിയിട്ട് പിറ്റേ ദിവസം 1 മണിയോ അങ്ങനെ എന്തൊക്കെ ആകുമ്പോഴാണ്, 12 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. പിന്നെ ഈ വ്യൂ നിങ്ങൾ ശരിക്കും കാണേണ്ട വ്യൂ ആണ്. രാമേശ്വരത്ത് പോകുന്നവർ ഉണ്ടെങ്കിൽ, ആ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും പാമ്പം ബ്രിഡ്ജ്. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ അടിപൊളിയാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, നല്ല വ്യൂ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ പേടിച്ചാണ് നിന്നിട്ടുണ്ടായിരുന്നത്. വീഴോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണമല്ലോ, ഫോട്ടോ എടുക്കുന്നല്ലോ എന്നൊക്കെ കരുതി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു ഗൈസ്, സത്യം പറഞ്ഞാൽ. പക്ഷേ ആ ടൈമിൽ കാണുന്ന വ്യൂ എന്ന് പറയണത് അമേസിങ്, അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കണേനും കാട്ടിയും നമ്മൾ ഈ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലും പുറത്ത് പോയിട്ട് നമ്മളിങ്ങനെ ഓരോ കാഴ്ച കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലും രണ്ടും ഡിഫറൻസാണ്. നിങ്ങൾ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പൊക്കോളൂ. നല്ല അടിപൊളി ഫീൽ തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ രാമേശ്വരത്ത് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇനി നേരെ റൂമിലോട്ട് പോകാമെന്നൊക്കെ കരുതി പോകുന്നുണ്ട്. ലഗേജ് നല്ല ഉള്ള കാരണം തന്നെ നല്ല ബോഡി പെയിൻ ഉണ്ട്. നല്ല ലഗേജ് ഉണ്ടായിരുന്നു. അവൾ ക്ഷീണിച്ചു പോയി. പിന്നെ ഒരു ഓട്ടോ ചേട്ടൻ റൂം കാണിച്ചു തരാം, പിന്നെ പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററി പറയായിരുന്നു. എല്ലാം കേട്ടത് ഇവിടെ വന്ന് റൂം എടുത്തു ഗൈസ്. എന്നിട്ട് നല്ല വിശന്ന് പോയി. രാവിലെ പല്ലും കൂടി തേച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളത് ആ ചേട്ടൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് എങ്ങനെയുള്ള റേറ്റ് കുറച്ച് തരാനൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയോ പറഞ്ഞ് റേറ്റൊക്കെ കുറച്ച് ലാസ്റ്റ് അടുത്തന്നെ ഒരു ഹോട്ടലിൽ കയറി. 110 രൂപ ഒരു മീൽസിന്. അതിലാകെ ഉണ്ടായിരുന്നത് ഇത്ര സാധനം മാത്രം. ഒരു കിഴങ്ങ് കറി, ഒരു തക്കാളിക്കറി, ഒരു പടുവലങ്ങക്കറി, ഒരു പപ്പടം, ഒരു സാമ്പാർ, പിന്നെ ഇച്ചിരി രസവും കിട്ടിയായിരുന്നു. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് വന്നു.